നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കറ്റാലയെ പുറത്താക്കും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. കറ്റാല പുറത്തേക്കുള്ള വഴിയിലാണ്. 1-2 ദിവസത്തിനുള്ളിൽ അത്തരം പ്രഖ്യാപനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നടത്തും, അതായത് കറ്റാലയെ പുറത്താക്കിക്കൊണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ ചെയ്തിരുന്നു. അതിനുശേഷം കറ്റാലയ്ക്ക് ശേഷം ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് എന്നതിനെക്കുറിച്ചും അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന കോച്ചിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കാൻ പോകുന്നത് എന്നതൊക്കെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. ശരിയാവുകയാണെങ്കിൽ ഏതാണ്ട് വെസ്റ്റ്വുഡിനെ സൈൻ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് എന്നാണ് റിപ്പോർട്ടുകൾ. വെസ്റ്റ്വുഡിനെ നമുക്കൊക്കെ അറിയാം, ബംഗളൂരു എഫ് സി ആക്കിയ കോച്ചാണ്. ഒന്നുമല്ലാത്ത കാലത്ത് ബംഗളൂരു എഫ് സിയുടെ കോച്ചായി വന്ന് ബംഗളൂരു എഫ് സിയെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ടീമാക്കി മാറ്റിയ വെസ്റ്റ്വുഡ് 2 ഐ ലീഗ് കിരീടങ്ങൾ നേടി, ഫെഡറേഷൻ കപ്പ് നേടി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ബംഗളൂരു എഫ് സിയെ തകർപ്പൻ നിലയിലേക്ക് കൊണ്ടുവന്നൊരു കോച്ചാണ് ആഷ്ലി വെസ്റ്റ്വുഡ്. അപ്പോൾ ആ വെസ്റ്റ്വുഡിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ദീർഘകാലമായി വർഷങ്ങളായി ഇന്ത്യൻ ഫുട്ബോളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വെസ്റ്റ്വുഡിന് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെ മറികടന്ന് മികച്ച ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, 6 കളി കഴിഞ്ഞപ്പോൾ 5 എണ്ണത്തിലും തോറ്റു നിൽക്കുകയാണ് ഈ സീസണിൽ. ഒരു കളി കഷ്ടിച്ച് സമനിലയിൽ രക്ഷപ്പെട്ടു ഈസ്റ്റ് ബംഗാളുമായിട്ട് കൊൽക്കത്തയിൽ വെച്ചിട്ട്. അവസാന നിമിഷം, അതായത് 90 മിനിറ്റും കഴിഞ്ഞിട്ടുള്ള ഇഞ്ചുറി ടൈമിലാണ് മുഹമ്മദ് അഫ്സൽ ഒരു ഗോളടിച്ച് ഒരു പോയിൻ്റ്, കിട്ടിയ ഒരു പോയിൻ്റാണ് ആകെ ഉള്ളത് ഇതുവരെ. ഒരു പോയിൻ്റ് നേടിത്തന്നത്, അതല്ലാതെ വേറെ ഒന്നുമില്ല 6 കളി കഴിയുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് പഞ്ചാബ് എഫ് സി തകർത്ത് തരിപ്പണാക്കി ബ്ലാസ്റ്റേഴ്സിനെ 1-3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. അപ്പോൾ അതോടുകൂടിയാണ് കറ്റാലയുടെ കാര്യം തീരുമാനത്തിലായത്. ഡേവിഡ് കറ്റാലയെ പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചത് ആ ഒരു തോൽവിയോട് കൂടിയാണ് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. എന്തായാലും കറ്റാലയെ പുറത്താക്കി എന്നൊരു പ്രഖ്യാപനം ഇതുവരെയും വന്നിട്ടില്ല. അതുപോലെ ആഷ്ലി വെസ്റ്റ്വുഡിനെ കോച്ചാക്കുമെന്ന പ്രഖ്യാപനവും വന്നിട്ടില്ല. ഇത് രണ്ടും വരാനിരിക്കുന്നതേ ഉള്ളൂ. വരുമോ എന്ന് പോലും അറിയില്ല. കാരണം ഇനി 7 കളിയാണ് ഈ സീസണിൽ ഈ ലീഗിൽ, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഉള്ളത് ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ. 13 കളിയാണ് മൊത്തം ഒരു ടീമിന്. അതിൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി 7 കളിയേ ബാക്കിയുള്ളൂ. ഈ 7 കളിക്ക് വേണ്ടി ഒരു കോച്ചിനെ പുതുതായി കൊണ്ടുവരുമോ എന്നതൊക്കെ കണ്ടറിയണം. എന്തായാലും കറ്റാലയെ പുറത്താക്കും, വെസ്റ്റ്വുഡ് കോച്ചാകും എന്ന റിപ്പോർട്ടുകൾ വളരെ സജീവമാണ്.